ഡേ ടു ഡേ 2 ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ അപാന വായുമുത്ര. അപാനമുത്ര അറിയാമല്ലോ. അപാനമുത്ര നിങ്ങൾക്ക് അറിയാം, വായുമുത്ര അറിയാം. ഇത് കമ്പൈനിങ് ഓഫ് മുദ്രാസ്. എന്തോന്ന് മുദ്രാസ് കമ്പൈൻ ചെയ്യുന്ന ടെക്നിക്ക്. അപ്പോൾ രണ്ടേയും ഒന്നാ ചേർത്താൽ ഇപ്പോൾ അപാനമുത്ര ഇതിൻ്റെ വായുവും കൂടെ ചേർക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അത് എന്തെന്ന് വെച്ചാൽ വെച്ചിട്ട് കയ്യെ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ വെച്ചാൽ അത് ഉദാനമുത്രയായി പോകും. വെറുതെ വെച്ചാൽ ഉദാനമുത്ര അല്ലേ, ഓർമ്മ ഉണ്ടോ? ഉദാനമുത്ര. ഇത് വെറുതെ വെച്ചാൽ ഇങ്ങനെ കയ്യെ വയ്ക്കുമ്പോഴാണ് അത് ഇത് അപാന വായുമുത്ര. ഇതിനെ 14 മിനിറ്റ് ഇത് ചെയ്താൽ ഹൃദയത്തിനുള്ള ഡിസീസ്, ഹാർട്ടിന് നല്ലത്. നല്ലത്. അപ്പോൾ അത് അറിയാമല്ലോ, ഹാർട്ടിന് നല്ലത്. രണ്ടാമത് മുദ്ര എന്തെന്ന് വെച്ചാൽ സുരഭി മുദ്ര. സുരഭി മുദ്ര ഞങ്ങൾ മറ്റേ പൂജയ്ക്ക് യൂസ് ചെയ്യാൻ അറിയാമല്ലോ. സുരഭി മുദ്ര അറിയാമല്ലോ. അപ്പോൾ സുരഭി മുദ്ര ഈ പൂജയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് എന്തിനെന്ന് വെച്ചാൽ മുടക്ക് വാദത്തെ ക്ലിയർ ആകും. എന്തോന്ന് മുടക്ക് വാദം. വാദത്തിൽ 84 വക വാദമുണ്ട്. അതിൽ മുടക്ക് വാദം ഉള്ള അത് വാദം അതിൽ ക്ലിയർ ആവും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ എല്ലാം 14 മിനിറ്റ്സ് പിടിക്കണം. അതുപോലെ ശംഖുമുദ്ര. ശംഖുമുദ്ര നിങ്ങൾക്ക് അറിയാമല്ലോ. ശംഖുമുദ്ര എങ്ങനെ? ഇത് 2-3 സിമ്പിളാണ് ഉള്ളതുണ്ട്. ചുമ്മാ ഇങ്ങനെ വെച്ചാലും ചുമ്മാ അത് 2-3 ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ വെച്ചാലും ശംഖുമുദ്ര. ഈ ശംഖുമുദ്രയും അത് നമ്മൾ ത്രോട്ട് ചക്രയിൽ പിടിച്ചാൽ എന്തോന്ന് ത്രോട്ട് ചക്രയിൽ പിടിക്കുമ്പോൾ അതിന് എന്തോന്ന് ഈ തൈറോയിഡ് ഡിസീസൊക്കെ മാറും. എന്തോന്ന് തൈറോയിഡ് ഡിസീസൊക്കെ മാറും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഇത് ഉണരണമെങ്കിൽ ഈ അപാന വായുമുദ്ര ചെയ്യുമ്പോൾ അനാഹത ചക്ര ആക്ടിവേഷൻ പ്ലസ് ഇത് ചെയ്താൽ അതിൻ്റെ എനർജി ചെസ്റ്റിൽ നല്ല ഫീലാവും. അനാഹത ചക്ര ആക്ടിവേഷൻ ചെയ്യണം. അതേമാതിരി വാദത്തിനും അനാഹത ചക്ര ആക്ടിവേഷൻ. ഇത് ശംഖുമുദ്ര ഇതിന് പിടിച്ചാൽ മറ്റേ തൈറോയിഡ്, പാരാതൈറോയിഡ് ഇതേമാതിരിയുള്ള ഇത് ക്ലിയർ. അതിന് വിശുദ്ധി ആക്ടിവേഷൻ ചെയ്യണം. വിശുദ്ധി ആക്ടിവേഷൻ ചെയ്തിട്ട് ആ മുദ്ര പിടിച്ചാലാണ് അതിന് ഒരു റിസൾട്ട് നല്ല രീതിയിൽ വരും. രണ്ടാമത് നമുക്ക് സൈഡ് ബൈ സൈഡ് പൂജാമുദ്രയും കണക്റ്റായി പോകുന്നത്. ഈ പൂജയിൽ നിങ്ങൾ ശിഖാമുദ്ര ചെയ്യുന്നുണ്ടോ? ശിഖാമുദ്ര ഇതാ നോക്കിയ അങ്ങനെ വെച്ച് ചുറ്റണം. കൈ തുടരുത്. അങ്ങനെ വെച്ച് ഇങ്ങനെ കൈ കറക്കണം. കറക്കുന്നതിന് പേര് ശിഖാമുദ്ര. ഇത് പൂജയിൽ നമ്മൾ അനുഷ്ഠാന മുദ്രകൾ, ഇതിൻ്റെ പേര് അനുഷ്ഠാന മുദ്രകൾ. അത് എഴുതിയിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് നമസ്കാര മുദ്ര എങ്ങനെ ചെയ്യും? അങ്ങനെയല്ല, ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ കൂടെ ഈ കയ്യെ ഇങ്ങനെ പിടിക്കണം. തള്ള വിരല് ഇങ്ങനെ കയറി കമ്പൈൻ ചെയ്ത് പിടിക്കണം. ഈ തലയിൽ മേലെ ഇങ്ങനെ പിടിച്ചാൽ മതി. അത് നമസ്കാരം ചെയ്യാൻ 5-6 മെത്തേഡുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിന് നമസ്കാരം ചെയ്യും. ഇങ്ങനെ നെഞ്ചിന് നേരെ പിടിക്കണം. ഗുരുവിന് നമസ്കാരം ചെയ്യുന്ന ആജ്ഞയുടെ നേരെ പിടിക്കണം. ഫ്രണ്ട്സിന് നമസ്കാര മുദ്ര പിടിക്കണമെങ്കിൽ ചെസ്റ്റിൻ്റെ നേരെ. ഗുരുവിന് നമസ്കാരം ചെയ്യണമെങ്കിൽ ആജ്ഞയുടെ നേരെ. നമ്മൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ എന്നൊക്കെ അത് ഗുരുമണ്ഡലത്തിലുള്ളത്.
അത് അറിയാലോ, ഗുരുമണ്ഡലത്തിൽ കയ്യെ തൂക്കി പിടിക്കണം. അമ്മയ്ക്ക് നമസ്കാരം ചെയ്യണമെങ്കിൽ അടി വയറ്റിൽ വെച്ച് നമസ്കാരം ചെയ്യണം എന്നാണ് റോള്. അമ്മയെ നോക്കി നമസ്കാരം ചെയ്യണമെങ്കിൽ അടി വയറ്റിൽ വെച്ച് നമസ്കാരം ചെയ്തിങ്ങനെ ഉള്ള ഇതിങ്ങനെ ലൈറ്റ് തലയെ കുനിച്ച് നമസ്കാരം ചെയ്യണം. ശരി, ഇതിനുള്ള ഹെൽത്ത് ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ മൈൻഡ് ഏകാഗ്രത. അടുത്തത് വന്ന് റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ കോർഡിനേഷൻ. റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ കോർഡിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ തള്ളവിരൽ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ അത് മിഡിലോ ഒബ്ലങ്കേട്ടാൽ രണ്ട് സൈഡും എനർജി ഫ്ലോ ഉണ്ടാവും. രണ്ട് സൈഡ് എനർജി ഫ്ലോ കോർഡിനേഷൻ ഉണ്ടാകും. രണ്ടാമത്, നിങ്ങൾ പൂജയിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും മുദ്രയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇത് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യും. ഒരുപാട് മുദ്രകൾ എൻ്റെ അടുത്തുണ്ട്. ഇത് നിങ്ങൾക്ക് വന്ന് അതേമാതിരി ഇത് വെച്ചാൽ ഞാൻ നോക്കി നാളെ വനമാല, വേറെന്തോന്ന് കൗസ്തുഭ, വേറെ പുഷ്പൈ നമ, വനമാലായ നമ, കൗസ്തുഭായ നമ, വൈനതേയായ നമ. അതുണ്ടാ നോക്കട്ടെ, അത് നാളെ നോക്കി പറയാം. ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് വേറെ എന്താണെന്ന് വെച്ചാൽ ഇത് സുരഭി മുദ്ര മാതിരി തന്നെ കാമധേനു മുദ്ര. അടുത്തത് ഗോമുഖ മുദ്ര എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. നോക്കിക്കുക, ഗോമുഖ മുദ്ര. ഇങ്ങനെ കയ്യെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാൽ അത് ഇങ്ങനെ രണ്ട് വിരൽ വെച്ച് 3 വിരലെ ഇങ്ങനെ തന്ന വിട്ടിട്ട് 2 വിരലെ ഇങ്ങനെ പിടിക്കണം. പിടിച്ചാൽ അതിൻ്റെ പേര് ഗോമുഖ മുദ്ര. ഗോമുഖം എന്ന് പറയുന്നത് ഗാഞ്ചസ് ആദ്യം ഒരു സ്പോട്ടിൽ ഗാഞ്ചസ് ആദ്യം ഉൽപ്പത്തി ചെയ്യുന്ന ഇത്ര അളവാണ് നന്ദപർവ്വത്തിൽ ഉൽപ്പത്തി. അവിടെ നിന്ന് വന്ന് ഗോമുഖത്തിൽ വന്ന് വീഴുന്നു. അതിൻ്റെ ശേഷമാണ് ഗംഗോത്രിയായിട്ട് വലുതായിട്ട് വന്ന് ഇത് ഒരു ഷേപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് ഗോമുഖമുദ്രയും പൂജയിൽ വരുന്നത്. തേനുമുദ്ര, ഞങ്ങൾ സുരഭി മുദ്ര ചെയ്ത് അതേ ഇത് തന്നെ കാമധേനു മുദ്ര അതിൻ്റെ ഉള്ള ഇതിൽ വരുന്നത്. അടുത്തത് ഗോഹർണമുദ്ര എന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ പേര് ഗോഹർണമുദ്ര. ഗോഹർണം അറിയാമല്ലോ, ഗോഹർണം ഒന്ന് പോയിട്ടുണ്ടോ? അവിടെ വന്ന് ശിവലിംഗം വന്ന് ഹാർട്ടിൻ്റെ ഷേപ്പാണ്. ഹാർട്ടിൽ ലെഫ്റ്റ് ഇത് ഉള്ളത് അത് വെള്ളത്തിൻ്റെ അടിയിരിക്കും. അത് ത്രയംബകേശ്വറിൽ ഇരിക്കുന്നത് മാതിരി ഒരു വെള്ളത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അതിൽ നിങ്ങൾ കൈവച്ച് ഒരു പ്രാവശ്യം തൊട്ടാൽ അത് ഒരു ഷാക്ക് ഉണരും. നമുക്ക് ഇലക്ട്രിക് ഷാക്ക് മാതിരി അത് ഉണരും. ഗോഹർണത്തിൽ ഉള്ള മുദ്ര അത് രാവണൻ ശിവലിംഗത്തങ്ങ് വെച്ച സ്ഥലമാണ്. ഓക്കെ, അതിലുള്ള അടുത്തത് വന്ന് നിങ്ങൾക്ക് ദീക്ഷണമുദ്ര എന്ന് പറഞ്ഞാൽ അതും പൂജാമുദ്രയാണ്. ദീക്ഷണമുദ്ര എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈയെടുത്ത് ഇങ്ങനെ കൈ വയ്ക്കണം. ഇങ്ങനെ ദീക്ഷണമുദ്ര. ഇതൊക്കെ നിങ്ങളുടെ കേരള മോഡലിൽ വരുന്നതാണെന്ന് അറിയണം. ഇതൊക്കെ തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. അത് തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ. അടുത്തത് നിങ്ങൾ ഇതേമാതിരി ലിസ്റ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ ഞാൻ വന്ന് അതിനെ നിങ്ങൾക്ക് വന്ന് ട്രേസ് ചെയ്ത് അതിനെ പറയാം. നിങ്ങളുടെ മെത്തേഡ് വേറെ ആയിരിക്കും.